അവൻ ഇന്നലെ എന്നോട് സംസാരിച്ചു. ഞാൻ ഇന്നലെ പാർക്കിൽ അരുണിനെ കണ്ടു. അവർ ഇന്നലെ മത്സരത്തിൽ വിജയിച്ചു. ദീപ 2008 പുതിയ കാർ വാങ്ങി. രാഹുലിന്റെ താക്കോൽ കളഞ്ഞുപോയി. രമേശ് കഴിഞ്ഞ രാത്രി അവന്റെ ജോലി തീർത്തിരുന്നു. രമേശ് കഴിഞ്ഞ രാത്രി അവന്റെ ജോലി തീർത്തിരുന്നു എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഒന്നും ഇംഗ്ലീഷ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. ഒന്നും കൂടെ നോക്കാം അല്ലേ. അവൻ ഇന്നലെ എന്നോട് സംസാരിച്ചു. ഞാൻ ഇന്നലെ പാർക്കിൽ അരുണിനെ കണ്ടു. അവർ ഇന്നലെ മത്സരത്തിൽ വിജയിച്ചു. ദീപ 2008 പുതിയ കാർ വാങ്ങി. രാഹുലിന്റെ താക്കോൽ കളഞ്ഞുപോയി. രമേശ് കഴിഞ്ഞ രാത്രി അവന്റെ ജോലി തീർത്തിരുന്നു. കണ്ടോ, തീർത്തിരുന്നു. വളരെ സിമ്പിൾ ആയി നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് കണ്ടെത്തിയാലോ. നോക്കി അല്ലെ. അവൻ ഇന്നലെ എന്നോട് സംസാരിച്ചു. ഹി സ്പോക്ക് ടു മീ യെസ്റ്റർഡേ. എന്താണ്? ഹി സ്പോക്ക് ടു മീ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഇന്നലെ എന്നോട് സംസാരിച്ചു. ഞാൻ ഇന്നലെ പാർക്കിൽ അരുണിനെ കണ്ടു. ഞാൻ ഇന്നലെ പാർക്കിൽ അരുണിനെ കണ്ടു. ഐ മെറ്റ്, ഞാൻ കണ്ടു. ഐ മെറ്റ് അരുൺ ഇൻ ദ പാർക്ക്. കണ്ടോ, ഇൻ ദ പാർക്ക്. ഇൻ ദ പാർക്ക് യെസ്റ്റർഡേ. ഐ മെറ്റ് അരുൺ ഇൻ ദ പാർക്ക് യെസ്റ്റർഡേ. അവർ ഇന്നലെ മത്സരത്തിൽ വിജയിച്ചു. They won the race yesterday. They won the race yesterday. ദീപ 2008 പുതിയ കാർ വാങ്ങി. ദീപ bought a new car in 2008. രാഹുലിന്റെ താക്കോൽ കളഞ്ഞുപോയി. രാഹുൽ lost his keys. രമേശ് കഴിഞ്ഞ രാത്രി അവന്റെ ജോലി തീർത്തിരുന്നു. രമേശ് finished his work last night. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒക്കെ മലയാളത്തിന്റെ ഇംഗ്ലീഷ് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലേ. ഒന്നുകൂടെ നോക്കിയോക്കെ അല്ലേ. അവൻ ഇന്നലെ എന്നോട് സംസാരിച്ചു. ഈ സ്പോക്ക് എന്താണ്? സ്പീക്കിന്റെ മാസ്റ്റർ എന്ത്? സ്പോക്ക്. ഈ സ്പോക്ക്. അവൻ സംസാരിച്ചു. ടു മീ എന്നോട്. യെസ്റ്റർഡേ ഇന്നലെ. ഈ സ്പോക്ക് ടു മീ യെസ്റ്റർഡേ. അവൻ ഇന്നലെ എന്നോട് സംസാരിച്ചു. ഞാൻ ഇന്നലെ പാർക്കിൽ അരുണിനെ കണ്ടു. ഐ മെറ്റ് ഞാൻ കണ്ടു. അരുൺ ഞാൻ അരുണിനെ കണ്ടു. ഇൻ ദ പാർക്ക് എവിടെ? പാർക്കിൽ വെച്ചിട്ട് അല്ലേ. യെസ്റ്റർഡേ ഇന്നലെ. കണ്ടോ, എന്താണ്? ഐ മെറ്റ് ഞാൻ കണ്ടു അരുൺ അരുണിനെ ഇൻ ദ പാർക്ക് പാർക്കിൽ വെച്ച്. യെസ്റ്റർഡേ ഇന്നലെ. കണ്ടോ, ഐ മെറ്റ് അരുൺ ഇൻ ദ പാർക്ക് യെസ്റ്റർഡേ. അവർ ഇന്നലെ മത്സരത്തിൽ വിജയിച്ചു. ദേ വോൺ അവർ വിജയിച്ചു. ദേ വോൺ ദ റേസ് മത്സരത്തിൽ. യെസ്റ്റർഡേ ഇന്നലെ. കണ്ടോ, ദീപ 2008 പുതിയ കാർ വാങ്ങി. ദീപ ബോട്ട് എന്താണ്? ദീപ വാങ്ങിച്ചു. ദീപ ബോട്ട് എ ന്യൂ കാർ ഒരു പുതിയ കാർ ഇൻ 2008 2008. രാഹുലിന്റെ താക്കോൽ കളഞ്ഞുപോയി. രാഹുൽ ലോസ്റ്റ് ഹിസ് കീസ്. രാഹുൽ ലോസ്റ്റ് ഹിസ് കീസ് എന്താണ്? ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു, കളഞ്ഞുപോയി എന്നുള്ളതാണ് കേട്ടോ. രമേശ് കഴിഞ്ഞ രാത്രി അവന്റെ ജോലി തീർത്തിരുന്നു. രമേശ് ഫിനിഷ്ഡ് ഹിസ് വർക്ക് ലാസ്റ്റ് നൈറ്റ്. രമേശ് ഫിനിഷ്ഡ് ചെയ്തു അദ്ദേഹത്തിന്റെ വർക്ക് ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി. രമേശ് കഴിഞ്ഞ രാത്രി അവന്റെ ജോലി തീർത്തിരുന്നു. രമേശ് ഫിനിഷ്ഡ് രമേശ് തീർത്തിരുന്നു. ഹിസ് വർക്ക് അവന്റെ ജോലി ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി. ഇതുപോലെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുകയാണെങ്കിൽ വളരെ ലളിതമായി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു 4-5 എക്സാംസ് കൂടെ നോക്കി നോക്കാം അല്ലേ. ഞായറാഴ്ച അവർ സ്കൂളിൽ പോയി. എനിക്ക് ഭക്ഷണം ഇഷ്ടമായി. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞ രാത്രി ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. ഇന്നലെ മഴ പെയ്തിരുന്നു എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ അതിമനോഹരമായി ഭംഗിയായി നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ ഒന്നും ഇംഗ്ലീഷ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. ഞായറാഴ്ച അവർ സ്കൂളിൽ പോയി. They went to school on Sunday. They went
അവർ പോയി ടു സ്കൂളിൽ ഓൺ സൺഡേ ഞായറാഴ്ച. they went to school on Sunday. എനിക്ക് ഭക്ഷണം ഇഷ്ടമായി. I liked എനിക്ക് ഇഷ്ടമായി the food ഭക്ഷണം. I liked the food. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. We met ഞങ്ങൾ കണ്ടുമുട്ടി our friends ഞങ്ങളുടെ സുഹൃത്തുക്കളെ yesterday ഇന്നലെ. എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമുണ്ട്. I wanted to meet you. I wanted to meet you. എന്താ നോക്കി നോക്കൂ. I wanted to meet you. meet you എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞ രാത്രി ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. I cooked ഞാൻ ഉണ്ടാക്കി ഫുഡ് ഭക്ഷണം ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി. ഇന്നലെ മഴ പെയ്തിരുന്നു. It rained yesterday. ഇന്നലെ മഴ പെയ്തിരുന്നു. It rained yesterday. ഒന്നുകൂടെ നോക്കി നോക്ക് അല്ലേ. ഇന്നലെ rained എന്ന് പറഞ്ഞാൽ ഇന്നലെ മഴ പെയ്തിരുന്നു. It rained yesterday. ഒന്നുകൂടെ നോക്കി നോക്ക് അല്ലേ. വളരെ ലളിതമായി നമുക്ക് മനസ്സിലാവുന്നില്ലേ. ഞായറാഴ്ച അവർ സ്കൂളിൽ പോയി. They went to school on Sunday. എനിക്ക് ഭക്ഷണം ഇഷ്ടമായി. I liked the food. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. We met our friends yesterday. എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമുണ്ട്. I wanted to meet you. കഴിഞ്ഞ രാത്രി ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. I cooked food last night. ഇന്നലെ മഴ പെയ്തിരുന്നു. It rained yesterday. കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. ഞാൻ 2008 ഇംഗ്ലീഷ് പഠിച്ചു. ഞാൻ 2008 ഇംഗ്ലീഷ് പഠിച്ചു. കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ വസ്ത്രം അലക്കി. കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ വസ്ത്രം അലക്കി. ഞാൻ ഇന്നലെ വൈകിയാണ് എണീറ്റത്. ഞാൻ ഇന്നലെ വൈകിയാണ് എണീറ്റത്. ഞാൻ എൻ്റെ മുറി ഇന്നലെ 3 തവണ വൃത്തിയാക്കി. ഞാൻ എൻ്റെ മുറി ഇന്നലെ 3 തവണ വൃത്തിയാക്കി. എനിക്ക് ആഹാരം ഇഷ്ടപ്പെട്ടു. എനിക്ക് ആഹാരം ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഞാൻ ഡിന്നറിന് പുറത്തു പോയി. ഇന്നലെ ഞാൻ ഡിന്നറിന് പുറത്തു പോയി എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ ദിവസവും സംസാരിക്കാറുണ്ടല്ലോ. ഇതിന്റെ ഇംഗ്ലീഷ് നമുക്ക് വളരെ ലളിതമായി നമുക്കൊന്ന് കണ്ടെത്താൻ നോക്കിയാലോ. നോക്കി നോക്കാം അല്ലേ. ഞാൻ 2008 ഇംഗ്ലീഷ് പഠിച്ചു. I studied ഞാൻ പഠിച്ചു ഇംഗ്ലീഷ് എന്താണ് in 2008. എന്താണ് I studied ഞാൻ പഠിച്ചു ഇംഗ്ലീഷ് in 2008 എന്ന് പറഞ്ഞ 2008. കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ വസ്ത്രം അലക്കി. I washed ഞാൻ എന്ത് ചെയ്യുന്നു. I wash ചെയ്തു my clothes എൻ്റെ വസ്ത്രം ലാസ്റ്റ് നൈറ്റ്. വാഷ്ഡ് എന്ന് പറഞ്ഞാല് അലക്കി. ഞാൻ ഇന്നലെ വൈകിയാണ് എണീറ്റത്. yesterday I got up late. എന്താണ് yesterday I got up late. ഞാൻ എൻ്റെ മുറി ഇന്നലെ 3 തവണ വൃത്തിയാക്കി. I cleaned ഞാൻ ക്ലീൻ ചെയ്തു my room എൻ്റെ റൂം 3 times 3 തവണ എന്ന് ഇന്നലെ yesterday. എനിക്ക് ആഹാരം ഇഷ്ടപ്പെട്ടു. I liked the food. I liked the food. എന്താണ് I liked the food. ഇന്നലെ ഞാൻ ഡിന്നറിന് പുറത്തു പോയി. I went out for dinner yesterday. I went out for dinner yesterday. ഞാൻ 2008 ഇംഗ്ലീഷ് പഠിച്ചു. I studied English in 2008. കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ വസ്ത്രം അലക്കി. I washed my clothes last night. ഞാൻ ഇന്നലെ വൈകിയാണ് എണീറ്റത്. yesterday I got up late. ഞാൻ എൻ്റെ മുറി ഇന്നലെ 3 തവണ വൃത്തിയാക്കി. I cleaned my room 3 times yesterday. എനിക്ക് ആഹാരം ഇഷ്ടപ്പെട്ടു. I liked the food. ഇന്നലെ ഞാൻ ഡിന്നറിന് പുറത്തു പോയി. I went out for dinner yesterday. കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. അതുകൊണ്ട് മൈ ഫ്രണ്ട്സ് നമുക്ക് ഇതുപോലുള്ള പുതിയ എന്താ പറയാ ദിവസവും ഉപയോഗിക്കുന്ന ഓരോ മലയാളത്തിന്റെ ഇംഗ്ലീഷ് നമുക്ക് കണ്ടെത്താം. വളരെ ലളിതമായി തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡ് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ ബൈ ബൈ.